ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകണമെന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ. അപ്പം നമ്മൾ എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്നുള്ളതൊക്കെ ഒന്ന് തയ്യാറാക്കാനുണ്ട് കേട്ടോ. അപ്പം ഞാനിതാ നമ്മളെ അരിയൊക്കെ പുതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് ആദ്യം ഒന്ന് കഴുകിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ അരി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. വൈജേട്ടൻ്റെ ബാക്കിൽ വന്ന് ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞപ്പോൾ അങ്ങോട്ട് നോക്കിയിരിക്കുകയാണ്. അതാണ് വൈജേട്ടൻ കേട്ടോ. അപ്പം ഞാൻ അരിയൊക്കെ കഴുകി നമ്മൾ അരിയൊക്കെ നന്നായി കഴുകി കുതിർത്ത് വെച്ച അരിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം കഴുകിയൊക്കെ എടുത്തു. ഇനി നമ്മളിതാ അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. നമ്മളിതൊന്ന് തിളപ്പിച്ച് ഊറ്റണം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ കഴുകി ഫ്രഷായി കുട്ടപ്പനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇതിന് വേണ്ട അലങ്കാരങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഇതാ നമ്മളിതിലേക്ക് ക്യാപ്സിക്കം, അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി, മല്ലിച്ചപ്പ്, പുതിന, നമ്മൾ ലൈലാസിൻ്റെ മന്തിയുടെ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ പട്ട, ഗ്രാമ്പു, ഏലക്കായ, അതുപോലെ തന്നെ 2 ചെറുനാരങ്ങ. അത് നമ്മളിവിടെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ഉണങ്ങിയതാണ്. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയം നമ്മളിതൊന്ന് മാഗ്നേറ്റ് ചെയ്താൽ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ മാഗ്നേറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് അടുത്ത പരിപാടി ഇതിലേക്ക് നമ്മൾ ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നാക്കി കൈ വെച്ചൊന്ന് ഞങ്ങൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ സോയാ സോസ് കുറച്ചും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ റൈസൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനിതിങ്ങനെ ഒരു കൊട്ടക്കൈ വെച്ചൊക്കെ ഒന്ന് ഊറ്റിയെടുത്തു കേട്ടോ. അപ്പം നമുക്ക് അടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ അടുപ്പത്ത് തന്നെയാണ് നമ്മളിന്ന് മന്തി ഉണ്ടാക്കണത്. അപ്പം ഞാനിത് അടുപ്പത്ത് വെച്ചു നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പം നമ്മൾ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അതിലുള്ള വെള്ളം ഒക്കെ ഒന്ന് ഊർന്ന് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മന്തിയിലുള്ള വെള്ളമൊക്കെ ഏകദേശം ഊർന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്നും കൂടെ ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു പകുതി 3/4 വേവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ ഇതിൽ കുറച്ച് വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി, കുറച്ച് വെള്ളമുള്ളൂ, മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നമ്മൾ ഈ റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ദമ്മിട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ദമ്മിടുമ്പം ആ ഒരു ബാക്കി വന്ന വെള്ളം ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാനിതൊന്നൊക്കെ ഒന്ന് ചോറ് നന്നായിട്ടൊന്ന് പരത്തിയിട്ട് കേട്ടോ. ഇതാ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മസാല ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ചൊരു ബൗളിൽ കണലെടുത്തു, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പം നന്നാക്കി പ്രസ് ചെയ്തതിന് ശേഷം ഞാനൊന്ന് കമത്തി വെച്ച് അതിൻ്റെ ആ ഒരു സ്മോക്കി മണം ആവുന്നതിന് വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കുറച്ച് അത് ദമ്മിടുന്ന സമയം നമുക്കിതൊന്ന് മയോണൈസ് ഉണ്ടാക്കാനായിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പം ഞാനിവിടെ മുട്ടയുടെ മഞ്ഞയും വെള്ളയും എടുക്കുന്നുണ്ട്. 2-3 ചുള വെളുത്തുള്ളി ചേർത്തു, അതുപോലെ ഓയിൽ ചേർത്തു, അല്പം ഉപ്പും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്ത് നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിലൊരു ചമ്മന്തി ഉണ്ടാക്കി. നമ്മൾ പുതിനയും ഉള്ളിയും തക്കാളിയൊക്കെ പച്ചമുളകൊക്കെ നമുക്ക് മിക്സിയിൽ അടിച്ചെടുത്താണ്. അപ്പം നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മുടെ ദമ്മ് ഇട്ടിട്ടുള്ള നമ്മുടെ മന്തി അടിപൊളി മണം കേട്ടോ. അതിൽ കപ്പലോടുന്ന മണം. അപ്പം നമുക്ക് ഈ റൈസൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഞാനിതിൽ കളറൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ കളർ ചേർക്കുന്നത് അത്ര നമ്മൾ ഹെൽത്തി അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ പ്രത്യേകിച്ച് കളറൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു മസാലേൻ്റെ ആ ഒരു കളറ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ വരുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കഴിക്കാനായിട്ടുള്ള സമയമായി. അപ്പം ചമ്മന്തി, മയോണൈസ് അതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കിയതിനെ കൊണ്ട് ഹെൽത്തിയാണ്. അപ്പം നമുക്ക് കഴിക്കുകയും ചെയ്യും കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മന്തി, ചിക്കൻ മന്തി. ഓക്കെ, അപ്പം നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുകയാണേ. അപ്പോൾ വൈജേട്ടൻ പണി കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് പറഞ്ഞു എന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തണ്ട എന്ന് പറഞ്ഞപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചിട്ടോ. സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അപ്പം ഞാനിവിടെ മന്തി ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.